എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മിരതീഷ്. ഇന്ന് നമ്മൾ ആലപ്പി സ്റ്റൈൽ ഫിഷ് കറിയുടെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമ്മുടെ ഫിഷ് കറിക്ക് ആവശ്യമായി 1 കപ്പ് തേങ്ങയിൽ 2 ചെറിയ ഉള്ളിയും 4 കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതേ രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 6 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും 5 ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് ചെറിയ തീയിൽ വഴറ്റിയെടുക്കാം. ഇവ ഏകദേശം 1/4 വഴണ്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് 4 മുതൽ 5 വരെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വീണ്ടും നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ നിറം മാറി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കാം. അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മാങ്ങയുടെ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പുളിക്കനുസരിച്ച് 1.5 മുതൽ 2 വരെ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഏകദേശം 3/4 കിലോ അയലയുടെ കഷ്ണങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഏകദേശം 15 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് താളിക്കാൻ ആവശ്യമായ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് 2 ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ബ്രൗൺ നിറമാകുമ്പോഴേക്കും ഇതിലേക്കൊരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആലപ്പി സ്റ്റൈൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.